MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുണയായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരി മതിലകത്തിന് സ്കൂട്ടർ സമ്മാനിച്ച് പ്രവാസി. മതിലകം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഹരിക്ക് വാഹനം കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹരിക്കും പ്രവാസി പ്രതിനിധി പ്രത്യുഷിനും ആദരവ് നൽകി. വെടിക്കെട്ട് നിർമ്മാണ ജോലികൾക്കു സഹായിയായി പോകാറുള്ള മതിലകം തൃപ്പേക്കുളം സ്വദേശിയായ ഹരിയും മുണ്ടത്തിക്കോട് അപകടത്തിൽപ്പെട്ടിരുന്നു. സ്ഫോടനത്തിൽ കാലിൽ കമ്പി തുളഞ്ഞു കയറുകയും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ പൊള്ളലേൽക്കുകയും ചെയ്ത് തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരിയെ ET ടൈസൺ MLA ആ ദിവസം സന്ദർശിച്ചിരുന്നു. ഹരി പറഞ്ഞ അന്നത്തെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയ വഴി MLA പങ്കുവയ്ക്കുകയും ചെയ്തു. ഹരി കരാറുകാരനായ സതീഷിനെ രക്ഷിക്കുകയും തന്റെ സത്യസന്ധത കൈവിടാതെ അദ്ദേഹത്തിന്റെ മാലയും ഫോണും തിരിച്ചേൽപ്പിച്ചതുമെല്ലാം മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. അപകടത്തിൽ ഹരിയുടെ ബൈക്കും കത്തി നശിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ MLAയുടെ ഫേസ്ബുക്ക് പേജിലൂടെ തിരിച്ചറിഞ്ഞ പ്രവാസിയായ അന്തിക്കാട് സ്വദേശി വസിഷ്ഠനാണ് ഹരിക്ക് സ്കൂട്ടർ സമ്മാനമായി നൽകിയത്. മതിലകം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഹരിക്ക് വാഹനം കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹരിക്കും പ്രവാസി പ്രതിനിധി പ്രത്യുഷിനും ആദരവ് നൽകി. വൈസ് പ്രസിഡന്റ് PM ആൽഫ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹസീന റഷീദ്, PP പ്രസീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK റഫീഖ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ പള്ളത്ത്, ജോസ് മഞ്ഞളി, KH യാസർ, രതി ഗോപിനാഥ്, ചിഞ്ചു അനീഷ്, RM ജലീൽ, പഞ്ചായത്ത് സെക്രട്ടറി KS രാംദാസ് ഗോപി, അമീർ എന്നിവർ സംസാരിച്ചു. ഈ വെടിക്കെട്ടപടം നടന്ന സമയത്ത് ഞാൻ ഇത്തിരി അകലെയായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം കൂടെ അതിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഹരി കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അന്ന് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയൊരു വിവരം, അദ്ദേഹം പോരുന്ന സമയത്ത് ഈ രക്ഷപ്പെടുന്ന സമയത്താണ് അതിൻ്റെ ലൈസൻസി ആയിട്ടുള്ള അതിൻ്റെ ഓണറായിട്ടുള്ള ആൾ ഈ മുഴുവൻ പൊള്ളിയിട്ട് മുഖവും അതിൻ്റെ വയറൊക്കെ തീപ്പിൽ ആന്തണ സമയത്താണ് നമ്മുടെ ഹരി അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് രാത്രി ഒരു കണക്കിന് കെടുത്തിയിട്ടാണ് പറ്റുന്നത്. ആ സമയമൊക്കെ നമുക്ക് ആലോചിച്ചാൽ മതിയാവും ഏതായിരിക്കും ആ സന്ദർഭം എന്നുള്ളത്. ആ പൊക്കിക്കൊണ്ടുവരുന്ന സമയത്ത് അതുപോലെ തന്നെ രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ പുലിക്കളിയിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ളതാണ്. അപ്പോൾ ആ വയറും ശരീരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്രമാത്രം വലുതായി. അയാളെ പൊക്കിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള സംഗതിയല്ല. എന്നാൽ പോലും ഇവരെല്ലാം യോജിച്ച് അതിനൊക്കെ ഒന്ന് മുമ്പോട്ട് പോകാനുള്ള വലിയ ശ്രമം നടത്തിയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.